ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ടുകളെ കുറിച്ചിട്ടാണ്. അതായത് ഐസോകോണ്ടുകളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐസോകോൺസിന്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. ഐസോകോൺസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അതായത് ഐസോകോണിന്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അതായത് പുറം വളവുള്ള ഒന്നായിരിക്കും. ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവ് പോലെയുള്ള ഒരു കർവായിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് ഐസോകോൺ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന ഒന്നാണ് ഐസോകോണ്ട് കർവ്. മൂന്നാമതായിട്ട് പറയുന്നത് ഐസോകോൺസ് വിൽ നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അവ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അതായത് ഓരോ ഐസോകോണ്ടുകളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അകലത്തിലാണ് നിൽക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഹയർ ഐസോകോൺ റെപ്രസെന്റ് ചെയ്യുന്നത് ഹയർ പ്രോഡക്റ്റിനെയാണ്. അങ്ങനെ 4 പോയിന്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തേത് മൂലത്തിന് ഉന്മധ്യമായിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. മൂലം എന്ന് പറയുന്നത് നമ്മൾ എക്സെഷൻ മൈയേഷൻ വരയ്ക്കുമ്പോൾ ഏതാണ്ട് 0 ഇടുന്ന പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടെ മൂലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. മൂലത്തിനോട് ഉന്മധ്യമായ ഷേപ്പ് ആയിരിക്കും. അതുപോലെ ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന കർവാണ് മൂന്നാമതായിട്ട് പറയുന്നത്. അത് രണ്ട് ഐസോകോണ്ടുകൾ പരസ്പരം ഛേദിക്കാറില്ല, കൂട്ടിമുട്ടാറില്ല. നാലാമതായിട്ട് പറയുന്നത് ഓരോ ഐസോകോണ്ടും മുകളിലേക്ക് പോകുന്ന ഓരോ ഐസോകോണ്ടും കാണിക്കുന്നത് ഉയർന്ന ഉൽപ്പന്നത്തെയാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.